എനിക്ക് കല്യാണം കഴിഞ്ഞു. ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ, ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ഉണ്ട്, പിന്നെ അവരെ വീട്ടുകാർ ഒക്കെ ഉണ്ടെങ്കിലും അവർക്കൊക്കെ സന്തോഷം ഉണ്ടാവും. എന്നാലും ഏറ്റവും കൂടുതൽ എൻ്റെ സക്സസ് അർഹിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്നു എന്നുണ്ടെങ്കിലും അവർക്ക് എന്താ പറയുക, നമ്മളെ ജീവിതത്തിലും ഒരു സക്സസ് ഉണ്ടാവണം. അവരെ പോലെ നമ്മളും കഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് അവരുടെ മനസ്സിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ, അവരിപ്പോൾ നമ്മളെയൊന്നും ആശ്രയിക്കാതെ സ്വന്തം അങ്ങനെ പോവാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആശ്രയിച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പോഴും അധ്വാനിച്ച് ജീവിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോഴും പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ നമ്മളെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, പക്ഷെ എന്നാലും ഇപ്പോഴും ഒരു 7 മണി വരെയോ. എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ PSC എഴുതുന്ന ആൾക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റാങ്ക് ലിസ്റ്റിൽ വരുന്നതോ അല്ലെങ്കിൽ എക്സാം ഡേറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമല്ല. നമ്മളെ കയ്യിലേക്ക് അഡ്വൈസ് മെമ്മോ അല്ലെങ്കിൽ ആ ഒരു അഡ്വൈസ് മെമ്മോ നമ്മളെ പ്രൊഫൈലിലേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസം എന്ന് പറയുന്നത്. ആ ഒരു ദിവസം എൻ്റെ ജീവിതത്തിലേക്കും വരാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം നിറഞ്ഞ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു ഇതിലേക്ക്, ഈ ഒരു സക്സസ്സിലേക്ക് എത്താൻ കഴിഞ്ഞത് എങ്ങനെയൊക്കെയാണ്, അതുപോലെ തന്നെ എൻ്റെ സാഹചര്യങ്ങൾ, പഠിക്കാനുള്ള സാഹചര്യങ്ങൾ, വീട്ടിലുള്ള സാഹചര്യങ്ങളും ഒക്കെ എങ്ങനെയൊക്കെയാണ്, അതുപോലെ എന്നെപ്പോലെ കുറേ പേര് ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെ എത്താൻ കഴിയും, എനിക്ക് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും ഈ ഒരു സക്സസ്സിലേക്ക് എത്താൻ പറ്റും. അതായത് PSCക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം, എനിക്ക് മറ്റ് റിസർവേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വേറെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, വേറെ ഒരു OBC പോലും റിസർവേഷൻ ഇല്ല, ജനറൽ കാറ്റഗറിയാണ്. അപ്പോൾ പലരും ചിന്തിക്കുന്നത് ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് PSC എഴുതി കഴിഞ്ഞാൽ കിട്ടില്ല എന്നാണ് പലരും ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്താഗതി മാറ്റിമറിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കുന്ന ഓരോരുത്തർക്കും, നിങ്ങൾ ഓരോരുത്തർക്കും കഴിയും. ഓക്കെ, അപ്പോൾ എന്നെക്കുറിച്ച് കുറേ പേർക്കൊക്കെ അറിയാം. ഞാനിപ്പോൾ 5 വർഷം കഴിഞ്ഞു ഈ ഒരു യൂട്യൂബ് ചാനൽ നടത്താൻ തുടങ്ങിയിട്ട്. സ്വന്തമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, പുറത്തുനിന്ന് ഒരാളെയും വെച്ചിട്ടില്ല, സ്വന്തമായിട്ടാണ് യൂട്യൂബ് ചാനൽ ചെയ്യുന്നത്. 18,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതുപോലെ ഈ സക്സസ് ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് തന്നെയാണ്. എന്നാലും ഒന്നുകൂടി പറയുകയാണ്, എന്താണെന്ന് വെച്ചാൽ 2 പേര് ഞാൻ പെയ്ഡ് കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ 2 പേര് ഗവൺമെൻറ് ജോലി നേടിയിട്ടുണ്ട്. അതുപോലെ 10-ലധികം ആൾക്കാർ ലിസ്റ്റിൽ വരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യക്തി നടത്തുന്ന ഒരു സംരംഭം ഇത്രത്തോളം വിജയത്തിലെത്തിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമില്ല. എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമാണ്. എൻ്റെ സക്സസ്സിനൊപ്പം മറ്റുള്ളവരുടെ, അതായത് എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ സക്സസ്സും കൂടി എനിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞത്. നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ ഒരു സക്സസ്സിന് പിറകിലെന്ന് പറയാം. ഒരിക്കലും ഒരാൾക്ക് ഒറ്റയ്ക്ക് സക്സസ് ആവാൻ പറ്റില്ല. അത് കൂടെ നിൽക്കുന്നവരായിക്കോട്ടെ, ചുറ്റിലുള്ള ആൾക്കാരായിക്കോട്ടെ, ഇവരുടെയൊക്കെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും നമുക്കൊരു സക്സസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ആദ്യം തന്നെ താങ്ക്സ് പറയേണ്ടത് നിങ്ങൾക്കാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അധ്വാനവും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ്. എന്നാലും സപ്പോർട്ടിന് നിൽക്കുന്ന ആൾക്കാരെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എൻ്റെ വീടെന്ന് പറയുന്നത് വയനാടാണ്. വയനാട്ടിൽ സ്വന്തം വീട്, ഇപ്പോൾ കല്യാണം കഴിഞ്ഞു 4 വർഷം കഴിഞ്ഞു. അപ്പോൾ സ്വന്തം വീട് അഞ്ചൂന്നാണ്. അഞ്ചൂന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. വയനാട്ടിൽ മാനന്തവാടി എന്ന സ്ഥലത്തിന് കുറച്ച് അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അഞ്ചൂന്ന് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അനിയത്തിയാണ് ഉള്ളത്. അപ്പോൾ 2 പെൺമക്കളാണ്. അച്ഛനും അമ്മയും മറ്റ് ജോലിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, കൃഷിപ്പണിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, വയനാട്ടിൽ സ്വാഭാവികമായിട്ടും കർഷകരാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ഓക്കെ, അപ്പോൾ മറ്റ് ഉദ്യോഗസ്ഥന്മാരുടെയോ അങ്ങനെ ഒരു സ്വാധീനമോ അങ്ങനെ നമുക്കിങ്ങനെ ഈ ഒരു ഉദ്യോഗത്തിലേക്ക് എത്തണം എന്നുള്ള ആ ഒരു ഇതൊന്നും ഇല്ലാത്ത സാധാരണ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ് ഞാൻ. ഓക്കെ, നമ്മൾ ചെറുപ്പം മുതലേ ജനിച്ച് വളരുന്ന കാലം മുതൽ കാണുന്നത് അച്ഛനും അമ്മയും ഒക്കെ 3 മണി 4 മണി സമയത്തൊക്കെ എണീച്ച് പോകും. ഒരിക്കലും അവരിപ്പോഴാണെങ്കിലും 2 പേരുടെയും കല്യാണം കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. പക്ഷേ ഇതുവരെയായിട്ടും അവർ 6 മണി അല്ലെങ്കിൽ 7 മണിക്ക് എണീക്കുന്നത് ഞാൻ ഇന്ന് വരെയായിട്ടും കണ്ടിട്ടില്ല. ഓക്കെ, അത്രയും കഷ്ടപ്പാട് കൊണ്ടാണ്
നമ്മൾ രണ്ടുപേരും വളർത്തിയിട്ടുള്ളതും അതുപോലെ വിദ്യാഭ്യാസത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു സക്സസ് സമർപ്പിക്കാനുള്ളത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ നമുക്ക് ഒരു കാര്യത്തിനും സപ്പോർട്ട് നിൽക്കാതെയോ അല്ലെങ്കിൽ ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, എക്സാം എഴുതാനും എന്ത് കാര്യത്തിനാണെങ്കിലും കല്യാണം കഴിഞ്ഞു, ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ, ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ ഉണ്ട്, പിന്നെ അവരെ വീട്ടുകാർ ഒക്കെ ഉണ്ടെങ്കിലും അവർക്കൊക്കെ സന്തോഷം ഉണ്ടാവും. എന്നാലും ഏറ്റവും കൂടുതൽ എൻ്റെ സക്സസ് അർഹിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്നു എന്നുണ്ടെങ്കിലും അവർക്ക് എന്താ പറയുക, നമ്മളെ ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാവണം, അവരെ പോലെ നമ്മളും കഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് അവരുടെ മനസ്സിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ, അവരിപ്പോൾ നമ്മളെയൊന്നും ആശ്രയിക്കാതെ സ്വന്തം അങ്ങനെ പോവാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആശ്രയിച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പോഴും അധ്വാനിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സക്സസ് എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മളെ പാരൻസാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണ്. അതിപ്പം ഞാനും ഇപ്പോൾ ഒരു പാരൻ്റാണ്, മോനുണ്ട്. അപ്പം നമുക്കറിയാം മക്കൾ ചെയ്യുന്ന ചെറിയൊരു സക്സസ് പോലും നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഇമോഷണൽ ആവാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വീഡിയോ എടുത്തത്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇമോഷണലായി പോകുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം ഒന്ന് പറയാം. ഒരു 10ാം ക്ലാസ്, 8ാം ക്ലാസ്, 9ാം ക്ലാസ് വരെ വലിയൊരു പഠനമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വീട്ടിലെ അച്ഛൻ ഒഴിവുള്ള സമയത്ത് കുറേയൊക്കെ പറഞ്ഞു തരും എന്നല്ലാതെ നമുക്ക് കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അങ്ങനെ ഒരു ഇതിലായിരുന്നു. പിന്നെ അച്ഛനും 10ാം ക്ലാസ് വരെയൊക്കെ വിദ്യാഭ്യാസമുള്ളൂ. എന്നാലും നമ്മളെ അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പഠിക്കാനും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അമ്മയാണെങ്കിൽ വയനാട്ടുകാരിയല്ല, കർണാടകയിലാണ് അമ്മേൻ്റെ വീട്. അപ്പോൾ അമ്മയ്ക്കും അങ്ങനെ കാര്യമായിട്ട് മലയാളം, പക്ഷെ ഇപ്പം നന്നായിട്ട് സംസാരിക്കും, എല്ലാം ചെയ്യും, വായിക്കും, അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ ആദ്യത്തെ സമയത്ത് നമ്മൾ ചെറുതായിരിക്കുമ്പോൾ ഒരിക്കലും അമ്മയ്ക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങളൊന്നും പറഞ്ഞു തരാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും പറ്റില്ല, അത്രത്തോളം അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് പിന്നെയും പഠിച്ചു വന്നത്. പിന്നെ അച്ഛനാണ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പഠിപ്പിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളും അച്ഛനെ കൊണ്ട് പറ്റുന്ന അത്രത്തോളം ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 9ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ അടുത്തുള്ള സ്കൂളുകളിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. പനവരത്താണ് 10ാം ക്ലാസ് കഴിഞ്ഞത്. അപ്പോൾ ഈ ക്യാമ്പിൻ്റെ സമയം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു സമയത്താണ് ഒരു ആവറേജ് അതിൻ്റെ താഴേക്ക് മാർക്കുകളൊക്കെ അതിന് മുന്നേ ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ. പിന്നെ 10ാം ക്ലാസ്സിൽ എന്താ പറയുക, ക്യാമ്പുകളൊക്കെ വന്നു. അങ്ങനെ അവിടെ കുറേ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അവരിടയ്ക്കൊക്കെ വീട്ടിൽ വരുമായിരുന്നു, ഇങ്ങനെ അച്ഛനമ്മേനൊക്കെ കാണാനൊക്കെ വരുമായിരുന്നു. അപ്പോൾ അവർ നല്ലൊരു സപ്പോർട്ട് കൂടിയിട്ട് എനിക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് SSLCയിൽ കിട്ടി. ഓക്കെ, അപ്പോഴാണ് എൻ്റെ കഴിവ് എന്താണെന്നുള്ളത് എനിക്ക് പോലും ബോധ്യപ്പെട്ടത്. അത്രയും കാലം വരെ അങ്ങനെ ഉഴപ്പി നടന്നുകൊണ്ടിരുന്ന ഞാൻ 10ാം ക്ലാസ്സിൽ അത്യാവശ്യം മാർക്ക് കുഴപ്പമില്ല എന്നുള്ളപ്പോഴാണ് എൻ്റെ കഴിവിനെ ശരിക്കും പറഞ്ഞാൽ ഞാനും എൻ്റെ വീട്ടുകാർ, അച്ഛനും അമ്മയും ശരിക്കും തിരിച്ചറിയുന്നത്. അത് കഴിഞ്ഞ ശേഷം +2 കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത്. അവിടെയാണ് +2ലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ടേണിംഗ് പോയിന്റ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ +1 കഴിഞ്ഞ് +2ലേക്ക് കയറുമ്പം കരിയർ ഗൈഡൻസ് ക്ലാസ് തന്നിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു സാഹചര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് നമുക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ കൂടുതൽ പഠിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. അത് ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ്. പക്ഷേ എൻ്റെ അനിയത്തി അങ്ങനെയല്ല, അവൾക്ക് കൂടുതൽ പഠിക്കുന്നതിനോടാണ് താല്പര്യം. പക്ഷെ ഞാൻ അങ്ങനെയല്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പഠിക്കാൻ പൊതുവേ മടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കിങ്ങനെ ഡിഗ്രി PG അങ്ങനെ പോകുന്നതിലൊരു താല്പര്യമില്ലായിരുന്നു പൊതുവെ. അപ്പോൾ ഈ +2ൽ ഇങ്ങനെ കരിയർ ഗൈഡൻസ് ക്ലാസ് കിട്ടിയപ്പം അതിലിങ്ങനെ പറഞ്ഞിരുന്നു, അതായത് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതുപോലൊരു ഡിപ്ലോമ ഉണ്ട്, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഗവൺമെൻറ് ജോലിയോ പ്രൈവറ്റിലോ ഒക്കെ കിട്ടും എന്നുള്ളത് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ഡിപ്ലോമ ഇൻ സെക്രട്ടറി പ്രാക്ടീസ് കോഴ്സ് അറിയുന്നത്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഡിപ്ലോമ ഇൻ സെക്രട്ടറി പ്രാക്ടീസ് ആയിരുന്നു കോഴ്സിൻ്റെ പേര്.
കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ പേര് മാറിയിട്ടുണ്ട്. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടറിയൽ പ്രാക്ടീസ് എന്നായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞപ്പം പിന്നെ ഒരു വർഷം എവിടെയും പോയില്ല, ഒന്നും ചെയ്തില്ല. ആ സമയത്ത് ഒരു 6 മാസം PSC കോച്ചിങ്ങിന് പോയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒന്നും ചെയ്തില്ല. പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നേരെ ഡിപ്ലോമയ്ക്ക് ചേർന്നു. അതായത് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ പിറ്റത്തെ വർഷം ഡിപ്ലോമയ്ക്ക് ചേർന്നു. ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ ഞാൻ വീട് അഞ്ചൂന്നാണ്, മീനങ്ങാടിയാണ് ഈ ഡിപ്ലോമ അതായത് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. ഏകദേശം അവിടേക്ക് എത്തണമെങ്കിൽ നമ്മൾ 2 ബസ് കയറി പോകണം, അങ്ങനെയാണ് വരുന്നത്. പിന്നെ രാവിലെ 7 മണിയാകുമ്പോഴത്തേക്ക് 7 മണിയല്ല 6:30 ആ ഒരു സമയത്ത് ഇറങ്ങണം. പക്ഷേ രാത്രി വരുന്ന സമയം ഏകദേശം 6:30 7 മണിയാവും. ഞാൻ ഇറങ്ങുന്ന ടൈമും രാത്രി വരുന്ന ടൈമും ഏകദേശം ഒരുപോലെയാണ്. പിന്നെ യാത്രാക്ഷീണം ഉണ്ടാവും. പിന്നെ നമുക്കറിയാമല്ലോ ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് അത്രയും നല്ല ക്ഷീണം ഉണ്ടാവും. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അത് സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണ്. വീട്ടിലങ്ങനെ സപ്പോർട്ടില്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഡിഗ്രി പഠിപ്പിക്കണമെന്നും അതുപോലെ PGയോ BEd ഒക്കെ പഠിപ്പിക്കണം എന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ ആ ആഗ്രഹം പൂർത്തീകരിച്ചത് എൻ്റെ അനിയത്തിയാണ്. അവൾ BEd പാസ്സായിട്ടുണ്ട്. കൊമേഴ്സാണ് സബ്ജക്റ്റ്. ഓക്കെ, നല്ലൊരു ടീച്ചറാണ്. എവിടെയും ജോലിയൊന്നും ആയിട്ടില്ല. എന്നെപ്പോലെ PSC നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൾക്കും തീർച്ചയായിട്ടും നല്ലൊരു ജോലി കിട്ടും. അവളാണ് സത്യം പറഞ്ഞാൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും പഠിക്കണം എന്നുള്ള ഒരാഗ്രഹം പൂർത്തീകരിച്ചിട്ടുള്ള ആളെന്ന് പറയുന്നത് അവളാണ്. ഞാൻ അങ്ങനെ എന്താ പറയുക ഡിഗ്രി PG അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോയില്ല. അപ്പോൾ ഞാൻ +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു. പിന്നെ പോയത് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. കുറേ പേര് ചീത്ത പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ സയൻസിൽ അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേറെ ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫീൽഡിലേക്ക് സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ സത്യത്തിൽ +2 ചേർന്ന് അതുപോലെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ +2 നേരെ തിരിഞ്ഞു. അങ്ങനെ ഡിപ്ലോമ ചെയ്തു. ഡിപ്ലോമ ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ അവസ്ഥ. അപ്പോൾ പിന്നെ ഇങ്ങനെ വന്ന് ക്ഷീണമൊക്കെ കാണുമ്പോൾ +2 പഠിച്ചതും ദൂരെ തന്നെയാണ്, കൽപ്പറ്റയാണ് പോയി പഠിച്ചത്. അതും ദൂരെയാണ്. ആകെ 10ാം ക്ലാസ് വരെയാണ് വീടിൻ്റെ അടുത്ത് പഠിച്ചത്. ബാക്കിയൊക്കെ ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ +1 +2 തന്നെ ദൂരെ പോയി പഠിച്ചത് കൊണ്ട് എൻ്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അമ്മയും അച്ഛനും പറഞ്ഞിരുന്നു, ഇത് വേണ്ട, നീ അടുത്തുള്ളത് എന്തെങ്കിലും ചെയ്താൽ മതി എന്നുള്ളത് പറഞ്ഞിരുന്നു. പക്ഷേ അവർക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് പഠിക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ അങ്ങനെ പോയി പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഡിപ്ലോമ കഴിഞ്ഞു. ഡിപ്ലോമ ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ട് പാസ്സായി. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷം ഗ്യാപ്പ് എടുത്തു. എടുത്തതിന് ശേഷം പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയാൻ തുടങ്ങി, ഡിപ്ലോമയും +2 കൊണ്ട് കാര്യമില്ല, നീ ഡിഗ്രി എന്തെങ്കിലും എടുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ ഫോഴ്സ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തു. എനിക്ക് അവിടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ മാനന്തവാടിയിൽ കിട്ടി. ഫസ്റ്റ് കിട്ടിയത് എനിക്ക് ഇലക്ട്രോണിക്സ് ആണ് കിട്ടിയത്. ഞാൻ പോയി. പക്ഷേ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരുന്നത് ഇംഗ്ലീഷായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. BCom ആയിരുന്നു ശരിക്കും പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ അത് കിട്ടിയില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും പോയി പഠിക്കാം, പക്ഷേ പ്രൈവറ്റിൽ പോയിട്ട് പഠിപ്പിക്കില്ല എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാഗ്രഹം അങ്ങനെയാണ്, മെറിറ്റിൽ നമ്മൾ പഠിച്ച് നേടണം എന്നുള്ളതാണ് അവരാഗ്രഹം. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്തു, പ്രൈവറ്റിൽ വേണമെങ്കിൽ ചേരായിരുന്നു. പക്ഷെ ഞാൻ ചേർന്നില്ല. പിന്നെ ഇംഗ്ലീഷിന് പോയപ്പം അതിലും വലിയൊരു അബദ്ധമായിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് എനിക്ക് +2 കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും പക്ഷേ ഇംഗ്ലീഷ് അത്രത്തോളം പിടിയില്ല. പിന്നെ പോയത് ലിറ്ററേച്ചറിനാണ്. പോയി, കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് സെമ്മൊക്കെ എഴുതി കഴിഞ്ഞു. റിസൾട്ട് വന്നു. റിസൾട്ട് നോക്കിയത് ഞാനാണ് ആദ്യം. ഇപ്പം നോക്കുമ്പോൾ ഫെയിൽഡ്. കഴിഞ്ഞല്ലേ. ബാക്കി എല്ലാവരും പറഞ്ഞു അയ്യോ ഇതെന്താ പറ്റിയത്. നോക്കുമ്പോൾ ഒറ്റൊരു സബ്ജക്റ്റിന് ഞാൻ പോയി, അത് ഫെയിലായിപ്പോയി. പിന്നെ പറയണ്ടല്ലോ, എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ മെറിറ്റിൽ കിട്ടിയിട്ടും ഫസ്റ്റ് സെമ്മിൽ പോയി കഴിഞ്ഞാലുള്ളൊരവസ്ഥ അത് ഒരു വല്ലാത്തൊരവസ്ഥയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, പിന്നെ രണ്ടാമത് എഴുതി, ജസ്റ്റ് പാസ്, അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഡിഗ്രിയും പാസ്സായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ PSC കോച്ചിങ്ങിന് പിന്നെയും പോയി. 6 മാസം പോയി. ഞാൻ ആദ്യമായിട്ട് PSC കോച്ചിങ്ങിന് പോയത് സെൻറ്റർ ഫോർ അതായത് മൈനോറിറ്റി സെൻറ്ററിലാണ്.
അതായത് ഈ മൈനോറിറ്റി ഉള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് 6 മാസം PSC കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അവിടെയാണ് ആദ്യമായിട്ട് കോച്ചിങ്ങിന് പോയത്. PSC സത്യം പറഞ്ഞാൽ തുടങ്ങുന്നത് 2021 ഞാൻ ലിസ്റ്റിൽ വരാൻ തുടങ്ങിയത്. ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരു കാര്യങ്ങൾ പോലും ഇന്നേ വരെ നടക്കാതിരുന്നിട്ടില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത്രയും ശ്രമിക്കുന്നുണ്ട്. എന്തൊരാഗ്രഹം ഉണ്ടെങ്കിലും അതിൻ്റെ പുറകിൽ അത്രയും അധ്വാനമുണ്ട്. ഞാനിങ്ങനെ അഹങ്കാരമായിട്ടോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് ഈ PSC പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നല്ലോണം പഠിച്ചിട്ട് എവിടെയെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൽ പഠിപ്പിക്കാൻ പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ദൈവം സഹായിച്ച് എനിക്കങ്ങനെ പോകേണ്ടി വന്നില്ല. സ്വന്തമായിട്ട് 2020 ആ ലോക്ക്ഡൗൺ സമയത്ത് മെയ് സമയത്ത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും 2 വീഡിയോ ഒക്കെ വെച്ച് ചെയ്തു. പക്ഷേ നമ്മൾ വിചാരിച്ച അത്രത്തോളം ആദ്യമൊന്നും കിട്ടിയില്ലായിരുന്നു. ഒന്നാമത് എഡ്യൂക്കേഷൻ ചാനലാണ്, ആൾക്കാർ കുറവായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ ഫേസ് കാണിച്ചുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പുതിയതായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒന്നും ചെയ്തില്ല. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നത് 5 വർഷം എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു നിലയിൽ ഞാൻ എത്തിയിട്ടുള്ളത്. വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് ഈ ഒരു നിലയിൽ എത്തിയിട്ടുള്ളത് 5 വർഷം എക്സ്പീരിയൻസ് കൊണ്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഇത്രയും നേരം സംസാരിക്കുന്നത്. അതെനിക്ക് ഒരു 5 മിനിറ്റ് പോയിട്ട് 2 മിനിറ്റ് പോലും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് കൊണ്ടാണ്. ഓക്കെ, അതായത് ഈ 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ വഴി കുറേ പേർക്ക് യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വഴിയായിട്ട് കുറേ പേർക്ക് ജീവിതത്തിൽ അവരാഗ്രഹിച്ച ജോലി നേടാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ എൻ്റെ ജീവിതത്തിലും സക്സസ് കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ തന്നെയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ട് ഞാൻ ലിസ്റ്റിൽ വന്നത് 2021 2021 ഞാൻ എക്സാം എഴുതാൻ ആദ്യമായിട്ട് വന്നത് LGSൻ്റെ ലിസ്റ്റിലാണ്. ഡിഗ്രി പാസ്സായിരുന്നില്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് വന്ന ലിസ്റ്റ് LGS ആയിരുന്നു. ആ എക്സാം എഴുതാൻ പോയപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് ലിസ്റ്റിൽ വരണം എന്നുള്ളത് ആഗ്രഹം ഉണ്ടായിരുന്നു. ലിസ്റ്റിൽ വന്നു. പക്ഷേ വന്നതുകൊണ്ട് കാര്യം ഉണ്ടായില്ല. പ്രത്യേകിച്ചൊന്നും നേടാൻ പറ്റിയില്ല. 1000 സംതിങ് എത്രയോ ആയിരുന്നു റാങ്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ലിസ്റ്റിൽ വന്നു. പിന്നെ ജീവിതത്തിൽ മറ്റൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ യൂണിഫോം പോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോലീസ് അതുപോലെയുള്ള യൂണിഫോം പോസ്റ്റ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ എനിക്ക് സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ടോ ആർട്സോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. പഠിക്കുന്ന സമയത്താണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ആക്റ്റീവ് അല്ലാത്ത ഒരു കുട്ടി തന്നെ ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആർട്സിലോ സ്പോർട്സിലോ അങ്ങനെ കാര്യമായിട്ടൊന്നും പങ്കെടുക്കാത്തൊരു ആളായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ എനിക്ക് എക്സസൈസിന് ഇത് കിട്ടി. എന്താണെന്ന് വെച്ചാൽ റിട്ടൺ ടെസ്റ്റ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഫിസിക്കൽ പാസ്സാവണമെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഗ്രൗണ്ട് ഒരു ടച്ചും ഇല്ലാത്ത ആൾക്ക് ഇത് പാസ്സാവണമെങ്കിൽ, അതായത് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവണമെങ്കിൽ എത്രത്തോളം കഷ്ടപ്പാടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. പിന്നെ ഫിസിക്കൽ വന്ന സമയത്ത് ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കൊറോണ വന്ന സമയത്താണ് വന്നത്. അപ്പം എനിക്ക് സ്വന്തം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി, നാറ്റിൽ പോയി. അപ്പം അങ്ങനെ അവിടെ നിന്നാണ് ഫിസിക്കൽ പാസ്സാവാൻ പറ്റിയത്. അത് എന്തായാലും 1 വർഷത്തോളം നീണ്ടു ആ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്. 3 മാസം കൊണ്ട് വരുമെന്നും പ്രതീക്ഷിച്ചിട്ടാണ് ചേർന്നത്. പക്ഷേ വന്നില്ല. അത് എന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ടിൽ അത്രത്തോളം കഷ്ടപ്പാടുണ്ടായിരുന്നു. ഞാൻ ഈ ഡിഗ്രി പഠിക്കുന്ന സമയത്ത്, ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്താണ് ഈ ഫിസിക്കൽ വരുന്നത്. ഫിസിക്കൽ വരുമ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ ഡിഗ്രിക്ക് ഞാൻ പറഞ്ഞല്ലോ യൂണിഫോം പോസ്റ്റിനോട് എനിക്ക് അത്ര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഡിഗ്രിക്ക് ഞാൻ NCCക്ക് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ആർട്സിലോ സ്പോർട്സിലോ അങ്ങനത്തെ ഒരു കാര്യത്തിലും ഞാൻ ആക്റ്റീവ് അല്ലാത്ത ആളല്ലായിരുന്നു. അപ്പോൾ ഈ NCCയിൽ ചേർന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരും. പിന്നെ ആക്ടിവിറ്റീസിൽ അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യത്തിലും ജീവിതത്തിൽ തന്നെ മാറ്റം വരുത്തിയ സത്യം പറഞ്ഞാൽ NCC ആണെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയും. അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. C സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടൊന്നും എനിക്ക് വേറെ പോസ്റ്റുകൾക്കൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. എങ്കിലും ജീവിതത്തിൽ ഏറ്റവും നല്ല മാറ്റം കൊണ്ടുവന്നത് NCC തന്നെയാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ആ ഒരു NCC ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഈ ഫിസിക്കലിന് ട്രെയിനിങ്ങിന് കൂടി പോയപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് 10 ഐറ്റംസ് ആണ് ഉള്ളത്. അതിൽ 8 ഐറ്റംസിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫിസിക്കൽ പാസ്സാവേണ്ടത്. ആദ്യത്തെ 9 ഐറ്റത്തിൽ തന്നെ ഞാൻ ക്വാളിഫൈ ആയി. പക്ഷേ അത്രയും കഷ്ടപ്പാടുണ്ടായിരുന്നു. ഡിഗ്രി പഠിക്കുന്ന സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ നമുക്ക് 10 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ രാവിലെ 6 മണിക്ക് പോയി കഴിഞ്ഞാൽ 10 മണിയാകുമ്പോഴത്തേക്ക് കോളേജിലെത്തണം. കോളേജിൽ നിന്ന്
ഞാൻ കോച്ചിങ് എടുക്കുന്ന സ്ഥലത്തേക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പം എന്ന് വെച്ചാൽ രാവിലത്തേക്കുള്ള ഫുഡ് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കഴിക്കും. പിന്നെ അനിയത്തിയും, പിന്നെ മറ്റൊരു വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എൻ്റെ സീനിയറായിട്ടുണ്ടായിരുന്നത് എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ അവൾ അങ്ങനെ ഒരു ഭാഗ്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുവരും, പിന്നെ രാവിലത്തേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവളും കൊണ്ടുതരും. അങ്ങനെയാണ് ആ ഒരു ഇത് പാസ്സായി കിട്ടിയത് സത്യം പറഞ്ഞാൽ. അപ്പം അങ്ങനെ ആ ലിസ്റ്റിൽ വന്നു, വളരെയധികം സന്തോഷമായി. പക്ഷേ എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. എന്നാലും PSCക്ക് ഇറങ്ങിയതിൽ എനിക്ക് ഒരു നഷ്ടവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂണിഫോം പോസ്റ്റ് ആഗ്രഹിച്ചു, അതിൻ്റെ ലിസ്റ്റിൽ എനിക്ക് ഇടം നേടാൻ പറ്റി. 38ാമത്തെ റാങ്കായിരുന്നു. പിന്നെ ഡിസ്ട്രിക്റ്റ് വൈസ് ആയതുകൊണ്ട് തന്നെ 1 വർഷമല്ലേ കാലാവധിയുള്ളൂ. അപ്പോൾ അത്രയ്ക്കൊന്നും ഇതില്ല, എന്താണെന്ന് വെച്ചാൽ ഒഴിവ് വരില്ലല്ലോ. അപ്പോൾ അത് വന്നില്ല. എന്നാലും എനിക്ക് സങ്കടമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞു, പിന്നെ ഡിഗ്രിക്ക് ചേർന്നു. അത് 2021 വന്നതെന്നുണ്ടെങ്കിലും അതിന് മുന്നെയാണ് എക്സാം എഴുതിയത്. അപ്പോൾ ഈ ഡിഗ്രിക്ക് മുന്നെയാണ് എക്സാമുകളൊക്കെ എഴുതിയത്. പിന്നെ ഡിഗ്രി സമയത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, PSC കാര്യങ്ങളൊന്നും പഠിക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും കോച്ചിങ്ങിന് ചേർന്നു. മൈനോറിറ്റി സെൻറ്ററിലാണ് കോച്ചിങ്ങിന് പോയത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ അവിടെ പോയതിന് ശേഷം ഒരു 3 മാസമൊക്കെ ഉണ്ടാവുള്ളൂ. പുറത്ത് കോച്ചിങ്ങിന് പോയി. പക്ഷേ എനിക്ക് അത് അത്രത്തോളം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് സത്യത്തിൽ ഓഫ്ലൈനായിട്ട് ഇങ്ങനെ പോയി പഠിക്കാൻ അത്രത്തോളം സാഹചര്യം അനുവദിച്ചില്ല. പിന്നെ ഞാൻ അത് ഒഴിവാക്കി. ഒരു 2-3 മാസം പോയി, വേറെ പൈസ കൊടുത്ത് അങ്ങനെ പോയി. പിന്നെ നിർത്തിയതിന് ശേഷം പിന്നെ വീട്ടിലായതുകൊണ്ട് സ്വസ്ഥം. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെതായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഏറ്റവും അധികം മാനസികമായിട്ട് വിഷമം അനുഭവിച്ചവരായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റിസ്ക് ഏറ്റെടുത്തിട്ടുള്ളവരായിരിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുണ്ടാവുക. അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അപ്പം യൂട്യൂബ് ചാനലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് 18,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അത്യാവശ്യം വ്യൂസ് ഉണ്ട്. പിന്നെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ കുറേ പേര് ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, PSC കോച്ചിങ് എനിക്ക് പോകണം എന്നുള്ള ആഗ്രഹം, പക്ഷേ അതിനേക്കാളും ഇരട്ടിയായിട്ടാണ് എനിക്ക് തിരിച്ച് കിട്ടിയത്. യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കൊണ്ട് തന്നെ എനിക്ക് 2 പേരെ ഗവൺമെൻറ് ജോലിയിൽ കയറ്റാൻ കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ 10-ലധികം ആൾക്കാർ, 10 15-20 ആൾക്കാർക്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റി. പിന്നെ അതുപോലെ എനിക്കും ഈ ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റിയത് യൂട്യൂബ് ചാനൽ തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡെവലപ്മെൻ്റാണ്. 5 വർഷം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഡെവലപ്മെൻ്റാണ് എന്നെ ഈ ഒരു സക്സസ്സിലേക്ക് എത്തിച്ചത്. ഓക്കെ, കിട്ടുമെന്ന് എനിക്കറിയാം ലിസ്റ്റിൽ കയറിയപ്പോൾ തന്നെ. പക്ഷേ ഞാൻ പഠിത്തം നിർത്തിയിട്ടില്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും പഠിക്കാതെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ജോലി കിട്ടാനുള്ള ഒരവസരം കിട്ടിയതുകൊണ്ട് തന്നെ വളരെ സന്തോഷം, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ എനിക്ക് ഇംഗ്ലീഷ് എന്താണെന്ന് വെച്ചാൽ ഞാൻ PSC എക്സാം ഈ ഡിപ്ലോമ കഴിഞ്ഞ ശേഷം 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുതാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ ടൈപ്പ് റൈറ്റിങ്ങും വേർഡ് പ്രോസസ്സിങ്ങും ഒക്കെ കാണുമ്പോൾ ക്വസ്റ്റ്യൻസ് തീരെ മനസ്സിലാവാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് എനിക്ക് തീരെ പോരായിരുന്നു. ഞാൻ ആ ഡിഗ്രി ഫസ്റ്റ് സെമ്മ് ഫെയിലായി. അത് പഠിച്ചെടുത്ത് പിന്നെ എനിക്ക് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. അവിടെ ഞാൻ ആ റിസ്ക് എടുക്കാൻ തയ്യാറായതുകൊണ്ട് ഇംഗ്ലീഷിനെ ഞാൻ തോൽപ്പിച്ചു. പിന്നെ അതുപോലെ എനിക്ക് PSC കോച്ചിങ് എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തു. അതിനേക്കാൾ ഇരട്ടിയായിട്ട് എനിക്ക് തിരിച്ചു കിട്ടി. പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത്, നമ്മളെ കുടുംബത്തിൽ, അച്ഛൻ്റെ കുടുംബത്തിൽ അച്ഛന് മാത്രമേ നമ്മൾ 2 പെൺകുട്ടികളായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവർക്കും ഒരാളെങ്കിലും ആൺകുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനോട് എപ്പോഴും ഇങ്ങനെ ആൾക്കാർ പറയും, നിനക്ക് 2 പെൺകുട്ടികളല്ലേ, എപ്പോഴും ബാധ്യതയല്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛന് അതൊരു സങ്കടം ഉണ്ടായിരുന്നു. അത് നമ്മളോട് പറയില്ല ഒരിക്കലും. ഒരു അച്ഛന്മാരും പെൺകുട്ടികളായതുകൊണ്ട് സങ്കടമാണെന്ന് ഒരിക്കലും പറയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും കുട്ടികൾ അത് എന്താണെന്ന് വെച്ചാൽ ഏത് കുട്ടിയാണെങ്കിലും അങ്ങനെ ഒരു വിവേചനം പാടില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരാളെയും ഇപ്പോൾ പുറത്തുനിന്നുള്ള ഒരു രൂപമോ സ്വഭാവമോ കണ്ടിട്ട് ഒരാളെയും ജഡ്ജ് ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു സക്സസ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും സക്സസ് തന്നെയാണ്. ഇത് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പക്ഷേ ഇത് മാത്രമാണോ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ഒരിക്കലും അല്ല. ഇത് ഒരു ടേണിംഗ് പോയിന്റ് മാത്രം. എൻ്റെ ഒരു ആഗ്രഹത്തിൽ 1 മാത്രമാണ്. ഇനിയും കുറേ ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ട്.
അപ്പോൾ അതിൽ ഒന്ന് എനിക്ക് സക്സസ് ആയി കിട്ടി, ഒന്നല്ല ഞാൻ വിചാരിച്ച ആഗ്രഹങ്ങളിൽ പലതും എനിക്ക് സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇതിന് ലിസ്റ്റിൽ ഇടം നേടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിക്കുകയും പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിൽ ക്ലാസ്സുകൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ കോച്ചിങ് നിർത്തിയതിന് ശേഷം പിന്നെ ഓൺലൈനായിട്ട് പല ക്ലാസ്സുകളും കണ്ടിട്ടുണ്ട്, നോട്ട് എഴുതിയെടുക്കും. പിന്നെ ഞാൻ സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് സൈറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന പോയിന്റ്സ് ഒക്കെ ഞാൻ കുത്തിയിരുന്ന് സത്യം പറഞ്ഞാൽ 6 മാസം 7 മാസം കഷ്ടപ്പെട്ടിട്ടാണ് നോട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ആ നോട്ട് തന്നെയാണ് ഇപ്പോഴും ഞാൻ ക്ലാസ് എടുക്കാനും എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. ഓക്കെ, ആ ഒരു കഷ്ടപ്പാട് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ നോട്ട് ഉണ്ടാക്കി എടുക്കേണ്ട ആ ഒരു കഷ്ടപ്പാട് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, PSC പഠിക്കുന്നവർ, PSC കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ളവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമുക്ക് പ്രത്യേകിച്ച് വീട്ടിൽ സാഹചര്യം കുറച്ച് നന്നാവണം, എന്നാൽ മാത്രമേ നമുക്ക് PSC കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം കയ്യിൽ പൈസ വേണം, എന്നാൽ മാത്രമേ നമുക്ക്, സത്യം പറയാലോ, സ്വന്തം കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ PSC എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാതെ മറ്റുള്ളവരുടെ കയ്യിൽ പൈസ കണ്ടിട്ട് നമുക്ക് ഒരിക്കലും PSCയിൽ നിൽക്കാൻ പറ്റില്ല. അത് ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബ് ചാനലും പിന്നെ പെയ്ഡ് കോഴ്സൊക്കെ തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആദ്യമൊന്നും വലിയ സക്സസ് ഉണ്ടായിരുന്നില്ല. പിന്നീട് ക്ലാസ്സുകൾ നന്നാവാൻ തുടങ്ങി, ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് മാറ്റം വരുത്താൻ തുടങ്ങി. അതിനനുസരിച്ചിട്ട് കുറേ സ്റ്റുഡൻസ് വന്നു. അവരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇവിടം വരെ എത്താൻ സാധിച്ചത്. നിങ്ങൾക്കറിയാലോ, ഒരു എക്സാം എഴുതാൻ പോകുമ്പോഴുള്ള ചിലവുകൾ, ചെറിയ ചിലവാണെങ്കിലും 10 രൂപയാണെങ്കിലും അത് 10 രൂപ തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നേ വരെ PSC കോച്ചിങ്ങിന് പോകുമ്പോൾ കുറച്ച് പൈസയൊക്കെ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ മുഴുവനായിട്ടും ഞാൻ തന്നെയാണ് സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയിട്ട് തന്നെയാണ് ഇത്രയും കാലം വരെ PSC കണ്ടിന്യൂ ചെയ്ത് പോയത്. അല്ലെങ്കിൽ ഒരിക്കലും ഞാനിപ്പോൾ വീട്ടുകാരോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഇത്രയും കാലം പിടിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് എത്താനോ സാധിക്കില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഫിനാൻഷ്യലി കുറച്ചെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് PSC കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓപ്പണായിട്ട് പറയില്ല. ഞാനത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ബുക്ക് വാങ്ങാനൊക്കെ ആണെങ്കിൽ നല്ല പൈസയാണ്. റാങ്ക് ഫയലൊക്കെ നമ്മൾ വാങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് നോട്ട് എഴുതാൻ നോട്ട് വേണം, പെന്ന് വേണം, പിന്നെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പൈസ വേണം. പിന്നെ നമുക്കറിയാലോ ഈ സെൻറ്ററുകളൊക്കെ ഇടുന്നത് ഏതെങ്കിലും മൂലയ്ക്കായിരിക്കും. അപ്പോൾ അവിടേക്ക് പോയി എത്തിപ്പെടാനുള്ള പാട് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടേക്ക് പോകാനുള്ള, ഇപ്പോൾ വയനാട്ടിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പുറത്ത് എന്തായാലും സെൻറ്റർ ഇടും. അത് മിക്കവാറും 7 മണി 7:15 രാവിലത്തെ സമയമാണ് വരുന്നത്. അപ്പോൾ എന്തായാലും തലേന്ന് പോയി റൂം എടുത്ത് താമസിച്ച് എക്സാം എഴുതണം. അപ്പോൾ അതിന് എത്രത്തോളം ചിലവ് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എനിക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സഹായിച്ചത് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് പൈസ ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയത്. അപ്പം ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ജോലിക്ക് പോവാതെ ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്കത് നേടാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും ഒരുപോലെ നമുക്ക് വീട്ടിൽ സാഹചര്യം അനുസരിച്ചിട്ട് ജോലിക്ക് പോകാതെ ഇരിക്കാൻ പറ്റില്ല. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, വീട്ടിൽ മാത്രം ഇരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ സൈഡായിട്ട് എന്തെങ്കിലും ചെറിയ പൈസ തീർച്ചയായിട്ടും ഉണ്ടാക്കിയിരിക്കണം. PSCക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ അടുത്ത് കൈനീട്ടരുത്. അതൊരു കാര്യം. എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ നമ്മളിപ്പോൾ ജോലി കിട്ടി കയറി കഴിഞ്ഞാൽ പറയും, അവരെന്തായാലും തിരിച്ച് പറയും, എൻ്റെ കയ്യിൽ നിന്നുള്ള പൈസ കൊണ്ടല്ലേ നീ പഠിച്ച് ജോലി വാങ്ങിയത് എന്ന് പറയും. അങ്ങനെ പറയിപ്പിക്കരുത്. നിങ്ങളെ സ്വന്തം കഴിവ് കൊണ്ട് നിങ്ങൾ നേടിയെടുക്കണം. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഒരാൾ പോലും പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ സഹായം കൊണ്ടല്ലേ നീ പഠിച്ചത്, അല്ലെങ്കിൽ എൻ്റെ പൈസ കൊണ്ടല്ലേ നീ പഠിച്ചത് ഒരാൾ പോലും പറയാൻ എൻ്റെ അടുത്ത് വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിയിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, ഇതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. യൂട്യൂബ് ചാനലോ ക്ലാസ്സുകളോ ഒന്നും എല്ലാവർക്കും പറ്റുന്ന പണിയല്ല. അപ്പോൾ എനിക്ക് അതായത് എനിക്ക് സൈഡായിട്ട് പൈസ കിട്ടാനുള്ള ഒരു ഇതായിട്ട് കണ്ടുപിടിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ ആ ഒരു പൈസ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. സ്വന്തം പൈസ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയിട്ട് പഠിക്കുന്നതും വേറൊരാൾ പൈസ തന്നിട്ട് വാങ്ങുന്നതും നല്ല വ്യത്യാസമുണ്ട്. അവനവൻ്റെ പൈസേൻ്റെ വില അവന് അറിയാം. ഓക്കെ, അതനുസരിച്ചിട്ട് അധ്വാനിക്കുക, അത് ഉറപ്പാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി പഠിക്കുമ്പോൾ അതിൻ്റെ വില മനസ്സിലാവും. അപ്പോൾ നമ്മൾ മാക്സിമം സമയം കണ്ടെത്തും.
പിന്നെയെന്ന് പറഞ്ഞാൽ ഒരവസരം പോലും പാഴാക്കരുത്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ലിസ്റ്റിൽ കയറുക, അതുപോലെ തന്നെ ഏതായിരിക്കും നമ്മളെ നല്ല അവസരം എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇപ്പം അഡ്വൈസ് പ്രതീക്ഷിച്ചിരിക്കുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ടൈപ്പിസ്റ്റാണ്, ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റാണ് ഇപ്പം അഡ്വൈസ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാം എന്ന് പറയുന്നത് കോഴിക്കോടായിരുന്നു കണ്ടക്ട് ചെയ്തത്. അതും രാവിലെ 7:15 സമയം വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു, 7 മാസമാണെന്ന് തോന്നുന്നു, 7 മാസം മറ്റേ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ പ്രഗ്നൻസിയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, എന്നാലും ട്രാവൽ ചെയ്യാൻ അത്രത്തോളം പറ്റില്ലായിരുന്നു, ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു സ്വന്തം വണ്ടിയിലാണെങ്കിൽ പോവാം, ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ഈ വയനാട്ടിൽ നിന്ന് കോഴിക്കോടേക്ക് പോവാൻ സ്വന്തം വണ്ടിയിൽ പോയി പിന്നെ അവിടെ നിന്ന് റൂം എടുത്ത് താമസിച്ച് വരുമ്പം എത്രത്തോളം ചിലവ് വരും, അത്രത്തോളം ചിലവ് താങ്ങാൻ എന്തായാലും പറ്റില്ല. അതുകൊണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടുണ്ട്, അത് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒരിക്കലും എനിക്ക് സക്സസ് നേടാൻ പറ്റിയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അവരെ വീട്ടുകാരുടെയും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെയും ഹസ്ബൻഡിൻ്റെയും സപ്പോർട്ടില്ലാതെ ഒരിക്കലും ഈ സക്സസ്സിലേക്ക് എത്തി എന്ന് പറയുന്നത് അർത്ഥമില്ലാത്ത കാര്യമാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ആ ഒരു സാഹചര്യം വന്നപ്പം എന്ത് ചെയ്തു, ഞാൻ റിസ്ക് എടുക്കാൻ തീരുമാനിച്ചു, എന്തായാലും എഴുതിയേ പറ്റൂ എന്ന് തീരുമാനിച്ചു. പോയി എഴുതി. അതിൽ നോക്കുമ്പം അന്നത്തെ സാഹചര്യത്തിൽ കൊറോണേൻ്റെ സമയമായിരുന്നു. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായി. തലേന്ന് പോയി റൂം എടുത്ത് താമസിച്ചു. അങ്ങനെ എക്സാം എഴുതാൻ പോയി. എക്സാം എഴുതിയപ്പം അന്ന് കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. എന്താണെന്നുള്ളത് എനിക്കറിയില്ല, എത്ര മാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതും എനിക്ക് ഓർമ്മയില്ല. കട്ട് ഓഫ് 65 അങ്ങനെ എത്ര ആയിരുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ലിസ്റ്റ് വന്നപ്പം റാങ്ക് 27 സന്തോഷമായി. എന്താണെന്ന് വെച്ചാൽ നല്ലൊരു റാങ്ക് ആയിരുന്നു. പക്ഷേ ഇപ്പം അടുത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 3-4 മാസം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എനിക്ക് ജോലി കിട്ടാനായി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ അത്രത്തോളം വിശ്വാസത്തോടു കൂടി ചെയ്തത് 3 വേക്കൻസി റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. ആ 3 വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അഡ്വൈസ് വരുമായിരുന്നു. അപ്പോൾ അത് എന്തോ ഒരു ഭാഗ്യവശാൽ ഞാൻ എന്താ പറയുക, ഇപ്പം കണ്ണ് തട്ടിയെന്ന് പറയില്ല, അത് ആ അവസ്ഥയായിപ്പോയി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വീഡിയോ ഇട്ടു, അത് റിപ്പോർട്ട് ചെയ്ത് വന്നപ്പം 2 വേക്കൻസി ആയിട്ട് മാറി. പിന്നെ നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോൾ അത് ബൈ ട്രാൻസ്ഫറിന് പോയി എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോകുമല്ലോ, അഡ്വൈസ് പോകുമല്ലോ, അങ്ങനെ അതും പോയി. അങ്ങനെ 2 വേക്കൻസീൻ്റെ ഗ്യാപ്പിൽ, 3 വേക്കൻസി ഉണ്ടായിട്ടും 2 വേക്കൻസീൻ്റെ ഗ്യാപ്പിൽ അത് പോയി. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, എത്രത്തോളം സങ്കടം ഉണ്ടാവും എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കാം. അത് അടുത്തെത്തിയിട്ട് പോകുമ്പോൾ നമുക്ക് എന്താ പറയുക, അത്രയ്ക്ക് സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ അമ്മയും ഒക്കെ ചീത്ത പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും കിട്ടാതെ, നമ്മൾ സക്സസ്സിൽ എത്താതെ വെറുതെ സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട് നീ വീഡിയോ ഇട്ടത് കൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയത്. എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്, ചിലപ്പോൾ അതായിരിക്കും, എന്താണെന്നുള്ളത് അറിയില്ല. അത് കഴിഞ്ഞ ശേഷം കുറച്ച് ദിവസം നല്ലൊരു ഡിപ്രഷൻ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 2 വേക്കൻസി വന്നു, അത് റിപ്പോർട്ട് ചെയ്യിച്ചു. അത് റിപ്പോർട്ട് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ മെനക്കെട്ടിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മളെ കൂട്ടത്തിൽ കുറേ പേരുണ്ടായിരുന്നു. അപ്പം അതിൽ എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾ, അതായത് ഈ റിപ്പോർട്ട് ചെയ്യാനും മറ്റുള്ള ആൾ ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ആൾ കയറി. അപ്പോൾ അടുത്ത ആൾ ഞാനായിരുന്നു, OC. അപ്പം ഈ ഒരു ടേണിലാണ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് മോന് 2 വയസ്സ് കഴിഞ്ഞു, അപ്പോൾ അവന് കുറച്ച് വയസ്സായിക്കോട്ടെ, എന്നിട്ട് അങ്ങനെ കിട്ടിയാൽ നല്ലതായിരുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പം ലേറ്റ് ആയത്. എന്തായാലും ലേറ്റ് ആയാലും എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല, എത്ര ലേറ്റ് ആയാലും കിട്ടിയാൽ മതി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ 28 വയസ്സാവാനായി, അപ്പോഴേക്കും ഗവൺമെൻറ് ജോലി കിട്ടി എന്നുള്ളത്, കിട്ടാൻ പോകുന്നു എന്നുള്ളത് എന്താ പറയുക, അത്രത്തോളം സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അഡ്വൈസ് ആവാനായി, അപ്പോൾ അതൊരു വലിയ സന്തോഷം, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ താഴെയുള്ള റാങ്കുകാർക്കും തീർച്ചയായിട്ടും ജോലി കിട്ടട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ വേറെ ഒരു ലിസ്റ്റിലും വരാൻ പറ്റിയില്ല, അതെന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല. എക്സാമൊക്കെ എഴുതി. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് ഷോർട്ട് ഹാൻഡ് എഴുതിയിട്ട് കിട്ടുന്നില്ല, ഡിക്റ്റേഷൻ ടെസ്റ്റ് കിട്ടുന്നില്ല. എല്ലാത്തിനും ഷോർട്ട് ലിസ്റ്റിൽ വരുന്നുണ്ട്, ഡിക്റ്റേഷൻ പാസ്സാവുന്നില്ല. അത് എന്താണെന്നറിയില്ല, എത്ര പ്രാക്ടീസ് ചെയ്തിട്ടും കിട്ടുന്നില്ല. അത് ഓരോരുത്തർക്ക് ഓരോ കഴിവല്ലേ. അപ്പം ഞാൻ ആഗ്രഹിച്ച ഒരു ജോലി തന്നെയാണ് ടൈപ്പിസ്റ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ
അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ആ ജോലി ഭയങ്കര ഇഷ്ടമാണ്. ടൈപ്പ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും എനിക്ക് ചെറുപ്പം മുതലേ നല്ല ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ യൂണിഫോം പോസ്റ്റ് പോലെ തന്നെ ഇഷ്ടമുള്ള ഒരു പോസ്റ്റാണ് ഇതെന്ന് പറയുന്നതും. അപ്പോൾ ടൈപ്പിസ്റ്റായിട്ട് തന്നെ ആദ്യമായിട്ട് ജോലി കിട്ടിയതിൽ വളരെ സന്തോഷം. പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് മറുപടി കൊടുക്കാൻ കുറേ പേരുണ്ട്. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ എപ്പോഴും ചോദിച്ച് ശല്യപ്പെടുത്തും, ജോലി കിട്ടിയില്ലേ എന്ന് ചോദിക്കും. പിന്നെ ചിലർ പറയും പണ്ടത്തെ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചിട്ട് നീ ഇപ്പം എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചവരുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനെയും അമ്മേനെയും കുറേ അധികം എന്താ പറയുക, മനസ്സിന് അത്രത്തോളം വിഷമിപ്പിച്ചിട്ടുണ്ട് ചിലർ. അപ്പം അവർക്ക് എനിക്ക് കൊടുക്കാനുള്ള ഒരു മറുപടിയാണ് ഇതെന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ അച്ഛനും അമ്മേനെയും മറ്റുള്ളവർ വേദനിപ്പിക്കാൻ നമ്മൾ സഹിക്കില്ല, അത് ഉറപ്പല്ലേ, അത് ശരിയല്ലേ. അപ്പം അങ്ങനെ വേദനിപ്പിച്ചിട്ടുള്ളവർക്ക്, അതായത് മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ടുള്ളവർക്കും എന്നെ വിഷമിപ്പിച്ചിട്ടുള്ളവർക്കും കൊടുക്കാനുള്ള മധുര പ്രതികാരമാണ് ഇതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ വേറെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ക്ലാസ്സുകളോ അതുപോലെ പെയ്ഡ് ക്ലാസ്സുകളോ ഒന്നും തന്നെ ഇല്ല, എല്ലാം സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി പുതിയൊരു ജീവിതത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. എത്രയൊക്കെ കാര്യങ്ങൾ പറയാനുള്ളൂ. അപ്പം എൻ്റെ അനുഭവങ്ങൾ ഏറെക്കുറെയൊക്കെ പറഞ്ഞു എന്ന് തന്നെയാണ് വിശ്വാസം. പിന്നെയെന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾ ആദ്യം ബേസ് ഉണ്ടാക്കിയെടുക്കുക. ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ, ഇതിൻ്റെ ആ ഒരു പഠന രീതി മാത്രമേ എനിക്ക് പറഞ്ഞു തരാൻ അറിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആദ്യം ബേസ് പഠിച്ചെടുക്കുക. ബേസ് എടുത്തതിന് ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. അതിനുശേഷം നമുക്ക് ആ ആൻസർ തെറ്റിപ്പോയിട്ടുള്ള ഭാഗം പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഭാഗം നന്നായി പഠിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് തന്നെയാണ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മെത്തേഡ്. അത് തന്നെയാണ് ഞാനും ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇതുപോലെ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും പിന്നെ സ്റ്റുഡൻസ് ഡൗട്ട് ചോദിക്കുമ്പോൾ നമ്മൾ എന്തായാലും നോക്കും. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ മറ്റൊരു ഈ സക്സസ്സിന് പിറകിലും ഉള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ തുടങ്ങിയത് 2017-18 ആ സമയത്ത് എക്സാം എഴുതാൻ തുടങ്ങിയെങ്കിലും ആക്റ്റീവായിട്ട് വന്നത് 2020 ശേഷമാണ് വന്നിട്ടുള്ളത്. ഇപ്പം ഏകദേശം 5-6 വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് തന്നെ 5 വർഷം കഴിഞ്ഞു. അപ്പം അതിന് 1 വർഷം മുന്നെയൊക്കെ ഞാൻ കാര്യമായിട്ട് നോക്കാൻ തുടങ്ങിയിരുന്നു. അപ്പം ഡെയിലി പ്രാക്ടീസാണ് സത്യം പറഞ്ഞാൽ ഇത്രയും മാർക്കിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ വീഡിയോ കാണുന്ന പലർക്കും ഒരു 40-50 ആ ഒരു റേഞ്ച് കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു റേഞ്ച് എത്താൻ തന്നെ നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, അത് വേറൊരാൾക്കും അറിയില്ല. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ചുകൂടി നന്നായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സക്സസ്സിലേക്ക് എത്താൻ പറ്റും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, മാക്സിമം ഒഴിവാക്കുക. ഞാനിപ്പോൾ ഈ 5 വർഷത്തിൻ്റെ ഇടയ്ക്ക് കാര്യമായിട്ടുള്ള പരിപാടികൾക്കൊന്നും പോയിട്ടില്ല. പിന്നെ ഫോൺ യൂസ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വലിയ കഥയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഫോൺ യൂസ് ചെയ്യാതെ പഠിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. എനിക്ക് പോസിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഞാനങ്ങനെ വേറെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്, അതിനിടയ്ക്ക് പഠിച്ചിട്ടുമുണ്ട്. ഓക്കെ. പിന്നെ ജോലി കിട്ടാൻ ലേറ്റ് ആയോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. ഞാൻ പ്രതീക്ഷിച്ച ആ ഒരു സമയത്ത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ സക്സസ് എപ്പോഴും നമുക്കറിയാമല്ലോ, കുറച്ച് ലേറ്റ് ആയാലും നമ്മളെ തേടി എത്തും. പിന്നെ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. പിന്നെ മാക്സിമം എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്, നേരത്തെ എണീക്കാൻ ശ്രമിക്കുക. 4 മണി 5 മണിക്കൊക്കെ എണീച്ചിട്ട് കുറച്ച് സമയം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വീട്ടമ്മമാരുണ്ടാവും, പിന്നെ ജോലിക്ക് പോകുന്നവരുണ്ടാവും. എങ്ങനെയൊക്കെ ആണെങ്കിലും കുറച്ച് ഉറക്കം തീർച്ചയായിട്ടും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞാൽ പഠിക്കാൻ ഏറ്റവും നല്ല സമയം, ഞാനത് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാവിലെ 3 മണി മുതൽ 6 മണി വരെ. ആ ഒരു സമയത്താണ് ഏറ്റവും ബെസ്റ്റ് ടൈം. ഞാൻ ആ ഒരു സമയത്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു സമയമാണ് കംഫർട്ടബിൾ. ഓരോരുത്തർക്കും ഓരോ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം ഉണ്ടാവും. പിന്നെ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ
പ്രത്യേകിച്ച് അർത്ഥമില്ല. അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഒരു ദിവസം എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കാം. പിന്നെ പഠിക്കൽ മാത്രമല്ല ഇവിടെ പ്രധാനമായിട്ട് വരുന്നത് റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. റിവിഷൻ എന്ന് പറഞ്ഞാൽ റിവിഷനായിട്ട് ചെയ്യണമെന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്താലും അതൊരു റിവിഷനായിട്ട് നമുക്ക് കൂട്ടാം. പിന്നെ റിവൈസ് ചെയ്യാം. പിന്നെ എല്ലാ എക്സാമും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഏത് എക്സാമിനാണ് സക്സസ് വരിക എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ അത് എല്ലാ എക്സാമിനും പോകുമ്പം മാക്സിമം എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പം ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ച പോർഷൻസ് ഓർമ്മ വരും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇത് ക്വസ്റ്റ്യൻ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അതായത് ആൻസർ കീ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അടുത്ത എക്സാമിന് തീർച്ചയായിട്ടും നമ്മൾ ആ തെറ്റിച്ച ക്വസ്റ്റ്യൻ പിന്നെ തെറ്റിക്കില്ല. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ മാർക്ക് കൂട്ടിയെടുക്കേണ്ടത്. അല്ലാതെ ഇതിന് മാജിക്കലായിട്ടുള്ള മറ്റു വഴികളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. ഇങ്ങനെയൊക്കെയാണ് സ്റ്റഡി മെത്തേഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ദിവസം ഇത്ര മണിക്കൂർ പഠിച്ചാൽ PSC കിട്ടും എന്ന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെയും കപ്പാസിറ്റി, പിന്നെ അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിലുള്ള നോളജ്, ഇതൊക്കെ വ്യത്യാസം ഉണ്ടാവും. എനിക്ക് ഏറ്റവും മാർക്ക് കിട്ടുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, പിന്നെ മലയാളം. GK പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പം നമുക്ക് അറിയാലോ ഇതിൽ 10 മാർക്കിനല്ലേ GK ഉള്ളൂ. അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ മാത്സ് ഇല്ല. മാത്സ് ഇഷ്ടമാണ്, പക്ഷേ ഇതിൽ മാത്സ് ഇല്ല. പിന്നെ വരുന്നത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങും ടൈപ്പ് റൈറ്റിങ്ങും. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. പുതിയ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ഒരിക്കലും പേടിക്കരുത്. പിന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എക്സാമിന് പോകുമ്പോൾ ഒരു ടെൻഷനും പാടില്ല. നമ്മൾ ഫ്രീ ആയിട്ട് പോകണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച മാർക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഏത് എക്സാമിന് പോവുകയാണെങ്കിലും അങ്ങനെ ഒരു പേടി ഉണ്ടായിട്ടില്ല. അതായത് ഈ എക്സാമിന് പോവുകയാണല്ലോ എന്നുള്ള ഒരു പേടിയില്ല. എക്സാമിനോട് പേടി പാടില്ല. അതിനെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. എക്സാമിനോട് പേടി ഉണ്ടെങ്കിൽ തന്നെ അവിടെ പകുതിയോളം മാർക്ക് നമുക്ക് പോവും, നെഗറ്റീവായി പോകും. പിന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും ഐഡിയ അനുസരിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഞാൻ ഏകദേശം നോക്കുക എന്താണെന്ന് വെച്ചാൽ ഹോളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കും. ഹോള് നോക്കിയിട്ട് ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 20 പേരിൽ 10 പേരൊക്കെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ അധികം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകില്ല. അത് ഓരോരുത്തരുടെ മെത്തേഡാണ്. അധികം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകില്ല. അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യും. പിന്നെ ഏകദേശം ശരിയാവുന്ന തോന്നുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യുള്ളൂ. പിന്നെ ഹോള് നിറച്ചും ആൾക്കാരുണ്ടെങ്കിൽ മാക്സിമം, അതായത് എനിക്ക് പറ്റാവുന്ന അത്രത്തോളം ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം ഈ ടൈപ്പിസ്റ്റ്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ, ഇതിൻ്റെയൊക്കെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 70ൻ്റെ മുകളിലാണ് വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം തന്നെയാണ് മനസ്സിലാക്കുന്നുണ്ട്. അതായത് 90-95 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ഓക്കെ, അതൊക്കെ ശരിയല്ലേ? ഞാൻ തുടക്കത്തിൽ കുറച്ച് ഇമോഷണലായി, സോറി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. നമുക്ക് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ പോയാലും നമ്മളെ സ്വന്തം ആൾക്കാരെ കുറിച്ച് പറയുമ്പോഴും അതുപോലെ തന്നെ ഇതുപോലെ സക്സസ്സിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ എന്തായാലും ഇമോഷണലാവും. അത് വിചാരിച്ചത് കൊണ്ട് അങ്ങനെ വിചാരിച്ചിട്ടല്ല, സോറി. ഓക്കെ, പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്. പിന്നെ എല്ലാവരും ഈ ഒരു സക്സസ്സിലേക്ക് എത്തിക്കാൻ സഹായിച്ച എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. പിന്നെ അതുപോലെ കുറേ പേര് നെഗറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജനറലാണ്, പിന്നെ ഒരിക്കലും കിട്ടില്ല, PSC പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. നീ ഇപ്പം ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, നമുക്കിപ്പോൾ ഒരു റിസർവേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, പിന്നെ പഠിച്ചിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ ലിസ്റ്റിൽ വന്നിട്ടുണ്ടല്ലോ, ഇത്രയും കാലമായിട്ട് കിട്ടിയിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു മറുപടിയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ. പിന്നെ ഒരിക്കലും നിങ്ങൾ കിട്ടുന്നത് വരെ വിടരുത്. PSC എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാണ്. അതിന് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും PSC ചതിക്കില്ല, അത് ഉറപ്പാണ്. PSC ശരിക്കും പറഞ്ഞാൽ ചിലർ പറയില്ലേ, നമ്മൾ ഇപ്പോൾ എന്താ പറയുക, റിസർവേഷൻ ഇല്ല അതുകൊണ്ടാണ് PSC കിട്ടാത്തത്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആ സിസ്റ്റത്തിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല മാർക്ക് വാങ്ങാം. ഓക്കെ, എപ്പോഴും എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം മാർക്ക് വാങ്ങുക. അല്ലാതെ കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു ചിന്ത മനസ്സിൽ വരരുത്. മാക്സിമം എത്രത്തോളം മാർക്ക് വാങ്ങാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് വാങ്ങാം. പിന്നെ എല്ലാം ബാക്കി ഇങ്ങ് വന്നോളും. അത്രയേ ഉള്ളൂ പറയാൻ. നമ്മൾ മാക്സിമം തെറ്റില്ലാതെ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോ അതനുസരിച്ചിട്ട് വരും. പിന്നെയെന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ
അങ്ങനെ ഒരു വിശ്വാസമില്ല. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു വിശ്വാസം എനിക്കില്ല. പക്ഷേ എനിക്കറിയാം എന്തോ ഒരു ശക്തിയുണ്ട്. നമ്മൾ എന്ത് പ്രവർത്തിച്ച് കഴിഞ്ഞാലും നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്തോ ഒരു ശക്തിയുണ്ട്. അത് നമുക്ക് നേടിത്തരും. അതെന്ത് തടസ്സം ഉണ്ടെങ്കിലും അത് മാറ്റിത്തരും എന്നുള്ളത് എനിക്കൊരു വിശ്വാസമുണ്ട്. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. എന്നാലും ഇപ്പോൾ ചിലർ പറയില്ലേ ദൈവം അല്ലെങ്കിൽ ഭാഗ്യം ഇല്ലാത്തത് കൊണ്ടാണ്. അങ്ങനെ ഒരു സാധനമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ശക്തിയുണ്ട്. ആ ശക്തി തീർച്ചയായിട്ടും നിങ്ങളെ സക്സസ്സിലേക്ക് തന്നെ എത്തിക്കും. ഓക്കെ. അപ്പം ഇത് വലിയൊരു സക്സസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സക്സസ് അല്ല. എന്താണെന്ന് വെച്ചാൽ എത്രയോ പേര് ഇതുപോലെ ഗവൺമെൻറ് ജോലി, ഇതിലും നല്ല ജോലി വാങ്ങുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എനിക്ക് വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഇതാണോ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഭാവിയിൽ ഇനിയും കുറേയധികം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരും ഉദ്യോഗസ്ഥകളും ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.